പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നാം എല്ലാവരും അവിടുത്തെ അനന്ത കരുണ അനുഭവിച്ച് അവിടുത്തെ അനന്ത കാരുണ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നമ്മുടെയും ലോകമെമ്പാടുമുള്ള മക്കളുടെയും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രയത്നിക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി വിളിക്കുകയും നിയോഗിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ 23-ാം അധ്യായത്തിലെ ജീവിതത്തിലെ നിരവധിയാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെയും സഹനങ്ങളുടെയും പ്രതികൂല അനുഭവങ്ങളുടെയും നടുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 23-ാം അധ്യായത്തിൽ യേശു കുരിശിൽ കിടക്കുന്നു. യേശുവിൻ്റെ ഇടത്തും വലതുമായിട്ട് രണ്ടുപേര് കുരിശിൽ കിടക്കുകയാണ്. ഇവർ രണ്ടുപേരെക്കുറിച്ച് വിശുദ്ധ മത്തായി സുവിശേഷകനും വിശുദ്ധ മർക്കോസ് സുവിശേഷകനും നമ്മെ പഠിപ്പിക്കുക, അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ നിന്ദിച്ചു കൊണ്ടിരുന്നു എന്നാണ്. എന്നാൽ വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ 23-ാം അധ്യായത്തിലെ 34-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് യേശു വളരെ വ്യക്തമായി പിതാവിൻ്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സൗജന്യമായ അവിടുത്തെ ക്ഷമ യാതൊരു വ്യവസ്ഥകളും കൂടാതെ എല്ലാ മക്കൾക്കുമായി അവിടുന്ന് വെളിപ്പെടുത്തിയപ്പോൾ യേശുവിനോടൊപ്പം കുരിശിലായിരുന്ന രണ്ടുപേരിൽ ഒരുവൻ യേശുവിൻ്റെ അനന്ത കാരുണ്യത്തെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. യേശുവിനോടൊപ്പം കുരിശിൽ കിടന്ന് വേദനകൾ അനുഭവിക്കുന്നവൻ, യേശുവിനെ നിന്ദിച്ചുകൊണ്ടിരുന്നവൻ, നീ ദൈവമാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞവൻ, യേശുവിൻ്റെ കരുണ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശുവിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനോഭാവത്തിന്, തീരുമാനങ്ങൾക്ക്, ചിന്താഗതികൾക്ക്, പ്രാർത്ഥനകൾക്ക് ഒക്കെ മാറ്റം വന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരം യേശുവിൻ്റെ അനന്ത കാരുണ്യത്താൽ അവിടുന്ന് പൂർണ്ണമായ ഔദാര്യം നമ്മോട് കാണിച്ചുകൊണ്ട് നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മോട് കരുണ കാണിച്ചുവെങ്കിൽ ആ വലിയ കാരുണ്യത്തെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം. ഈ വലിയ കാരുണ്യത്തെ ഓർത്തപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ തികച്ചും കുറ്റമില്ലാത്തവനാണ്. ജീവിതത്തിലെ വേദനകളുടെ നടുവിൽ, സഹനങ്ങളുടെ നടുവിൽ, തകർച്ചകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂല അനുഭവങ്ങളുടെ നടുവിൽ ദൈവം എന്നെ കൈവിട്ടോ, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചില്ലയോ, അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനായതുകൊണ്ട് അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരുന്നോ, അതുമല്ലെങ്കിൽ നീ ദൈവമാണോ, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, ഇപ്രകാരങ്ങളായിട്ടുള്ള വിവിധങ്ങളാകുന്ന മനോഭാവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാണ്. ഈ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് യേശു പറയുക, ഇത് ഞാൻ അറിയുന്നു, ഞാൻ നിന്നെക്കുറിച്ച് പറയുന്നത് ഇതാണ്, പിതാവേ, ഇവൻ ചെയ്യുന്നത്, നീ ചെയ്യുന്നത് എന്താണ് എന്ന് നീ അറിയുന്നില്ല, നിന്നോട് ക്ഷമിക്കണമേ എന്ന്. ആ കാരുണ്യം തിരിച്ചറിഞ്ഞ ഒരുവൻ യേശുവിനെ വിളിച്ചു, യേശുവേ, നീ നിന്റെ പിതാവിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കാരുണ്യം തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവൻ്റെ ജീവിതത്തിൽ നിറയപ്പെടുന്നു. അവൻ പിന്നെ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ തകർച്ചകളും പ്രതിസന്ധികളും പ്രതികൂല അനുഭവങ്ങളും നീങ്ങപ്പെടണം എന്നുള്ളതല്ല, തനിക്ക് നിത്യ സൗഭാഗ്യം സ്വന്തമാക്കണം, തനിക്ക് നിത്യത അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് പലതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു എങ്കിൽ അതുവഴി നിത്യതയിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിയുവാനും
നിത്യത സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് നമ്മുടെ കണ്ണുകളെ നിത്യതയിലേക്ക് തിരിക്കുവാനായി ഓരോ അനുഭവങ്ങളിലൂടെയും ഓർമ്മപ്പെടുത്തുന്നു. കുരിശിൽ കിടന്ന കള്ളനെ കുരിശിൽ കിടത്തണമായിരുന്നു നിത്യതയെക്കുറിച്ച് തിരിച്ചറിവ് കൊടുക്കുവാൻ. നമ്മുടെ ജീവിതത്തിലെയും നിരവധിയാകുന്ന അനുഭവങ്ങൾ, നിരവധിയാകുന്ന വേദനകൾ, ഇവയൊക്കെ നിത്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കാരുണ്യത്താൽ, സ്നേഹത്താൽ അവിടെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ അനുവദിച്ചു. അതുമല്ലെങ്കിൽ അവിടുന്ന് അറിഞ്ഞു. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷ പ്രാപിക്കണം, നിത്യതയിലേക്ക് പ്രവേശിക്കണം, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകുവാൻ അവിടുന്ന് എന്നെ അനുവദിച്ചു. നന്ദിയോടെ നമുക്കതിനെ സ്വീകരിക്കാം. കുരിശിൽ കിടന്ന രണ്ടുപേരും നന്ദിയോടെ സ്വീകരിച്ചില്ല. യേശുവിൻ്റെ കാരുണ്യം മനസ്സിലാക്കിയപ്പോൾ, കാരുണ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ നന്ദിയോടെ സ്വീകരിച്ചു. അവൻ നന്ദിയോടെ അതിനെല്ലാം സ്വീകരിച്ചു. എൻ്റെ കുറ്റങ്ങൾ വഴിയാണ് ഇവയെല്ലാം ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുറ്റങ്ങളെ ന്യായീകരിക്കാതെ തൻ്റെ കുറ്റങ്ങളെ ഓർത്ത് അനുദപിച്ചു. നമുക്കും ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടെ സ്വീകരിച്ച് നന്ദിയോടെ നമുക്കൊരു നിമിഷം അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. നന്ദിയോടെ നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തിലെ എല്ലാ പ്രതികൂല അനുഭവങ്ങളെയും സഹനങ്ങളെയും തകർച്ചകളെ പ്രതിയും നന്ദിയോടെ ദൈവമായ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥാ. ഇത്രത്തോളം ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥാ. ഇത്രത്തോളം ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ലൂക്കാസ് വിശേഷങ്ങളിലൂടെ 19-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലൂടെയും നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്. സക്കേവൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കാണണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവാനുഭവം ലഭിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുക. സക്കേവൂസും അപ്രകാരം ആഗ്രഹിച്ചു. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഉത്തരം ലഭിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുക. പലതിൻ്റെയും അർത്ഥം മനസ്സിലാകുന്നില്ല എന്നതാണ് നമ്മുടെയും അവസ്ഥ. ഈ സാഹചര്യത്തിൽ സക്കേവൂസിൻ്റെ അരികിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു അവനെ വിളിക്കുകയാണ്, സക്കേവൂസേ, വേഗം ഇറങ്ങി വരിക. എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു, നിന്നോടൊത്ത് വസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് വേഗം ഇറങ്ങി വരുന്നു. സക്കേവൂസ് യേശുവും ഒന്നിച്ച് ഇതാ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. തുടർന്ന് നാം കാണുന്നത് സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറയുകയാണ്, യേശുവിനോട് പറയുകയാണ്, ഇതാ എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനമായി കൊടുക്കുന്നു. ആരുടെയെങ്കിലുമൊക്കെ വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ യേശു പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അവിടുന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് എപ്പോൾ യേശുവിൻ്റെ കാരുണ്യത്തെ
തിരിച്ചറിഞ്ഞോ? ഈ കരുണയ്ക്ക് പ്രത്യുത്തരം കൊടുത്തുവോ? അപ്പോൾ യേശു അവനോട് പറയുക, ഇന്ന് നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിന് എന്ന് പറയുമ്പോൾ നിന്റെ പൂർവികർക്കും സകല തലമുറകൾക്കും ഞാനിതാ സൗജന്യമായ രക്ഷ പ്രദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് നമുക്കും കരുണയുള്ള ജീവിതങ്ങളായി മാറാം. 18-ാം അധ്യായത്തിൽ നാം കാണുകയാണ്, ധനികനായ ഒരു മനുഷ്യൻ അവൻ യേശുവിനെ സമീപിച്ച് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പറയുകയാണ്, പ്രമാണങ്ങൾ പാലിക്കുക. ഏതെല്ലാമെന്ന് നാം കാണുന്നു. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു പറയുക, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം എന്നെ അനുഗമിക്കുക. അവൻ വലിയ ദുഃഖത്തോടെ തിരിച്ചുപോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമായ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുന്നുണ്ട്, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, നിരവധിയാകുന്ന സൽപ്രവൃത്തികൾ ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതമൊക്കെ നടത്തി നാം മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ദുഃഖത്തോടെ മടങ്ങി പോകുന്നു. ദുഃഖത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നു. നാം ദുഃഖിതരായി കാണപ്പെടുന്നു. യേശു അവനോട് പറയുന്നതാണ്, നിനക്ക് ഒരേയൊരു കുറവാണുള്ളത്. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിക്കുക. ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി അവിടെ നൽകിയിട്ടുണ്ട്. ഭൗതിക നന്മകൾ ധാരാളമായി നൽകിയിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ ആത്മീയ നന്മകൾ, ആത്മീയ അനുഗ്രഹങ്ങൾ അവിടുന്ന് സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ആത്മീയ നന്മകളെയും ഭൗതിക നന്മകളെയും നമുക്ക് നൽകി നമ്മെ പരിപാലിച്ചവനായ കർത്താവിൻ്റെ കാരുണ്യത്തെ ഓർക്കുവാൻ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു കുറവാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എനിക്കും ഒരു കുറവുണ്ട്. എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ അനന്ത കാരുണ്യം പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ ജീവിച്ചു. അതിനാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രവർത്തിക്കുന്നു. കരുണയോടെ പ്രവർത്തിക്കുവാൻ, കരുണയോടെ ജീവിക്കുവാൻ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, ഈ ജീവിതത്തെ മുഴുവനായി പകുത്തു നൽകുവാൻ കഴിയാതെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ദുഃഖത്തിന് അടിമപ്പെട്ട്, വേദനയ്ക്ക് അടിമപ്പെട്ട്, നിരാശയ്ക്ക് അടിമപ്പെട്ട്, ആകുലതകൾക്ക് അടിമപ്പെട്ട് ജീവിതത്തിലേക്ക് നോക്കി ഭാരപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതമായിരിക്കാം എൻ്റേത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണാം. അവിടെ നമ്മോട് പറയുക, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്. എൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കുക, എൻ്റെ കരുണയെ തിരിച്ചറിയുക. നീ രോഗിയായിരുന്നപ്പോഴും കരുണയോടെ ഞാൻ നിന്നെ താങ്ങി. നീ ആത്മീയമായി തകർന്നപ്പോൾ വിവിധ കുദാശകളിലൂടെ നിന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ട് കാരുണ്യത്തോടെ ഞാൻ പ്രവർത്തിച്ചു. വിശുദ്ധ കുമ്പസാരവും അതുപോലെ ജീവിതത്തിന് ആവശ്യമായ ഓരോ ശുശ്രൂഷകളും കുദാശകളും വിശുദ്ധ കുർബാനയും യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും അവിടുന്ന് എനിക്കായി നൽകി. മാത്രമല്ല, ഭൗതിക ജീവിതത്തിന് ആവശ്യമായത് ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല. എൻ്റെ ശരീരത്തിനും ഈ ജീവിതത്തിനും ആവശ്യമായതെല്ലാം അവിടുന്ന് ഒരുക്കി, അവിടുന്ന് എനിക്ക് വേണ്ടി കരുതി വെച്ചു. ആ വലിയ കാരുണ്യത്തെ നമുക്ക് കാണാം, ഓർക്കാം. നമുക്കൊന്ന് ചേർന്ന് അവിടുത്തെ വലിയ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് ദൈവമായ കർത്താവിൻ്റെ കരുണ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവിടുത്തെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ചെല്ലാവരും
യേശുവേ, അങ്ങയുടെ അനന്ത കാരുണ്യം കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകണമേ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ചേർന്ന എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ചേർന്ന് പാടാം. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എല്ലാവരും കരങ്ങളടിച്ച് കർത്താവിന്റെ ജീവിതത്തിലെ നിരവധിയാകുന്ന സഹനങ്ങളും വേദനകളും പ്രതികൂല അനുഭവങ്ങളും ഒക്കെ ഞാൻ അനുഭവിക്കുമ്പോഴും അവിടുന്ന് എന്നെ കരങ്ങളിൽ വഹിക്കുകയും എന്നെ പരിപാലിക്കുകയും എനിക്ക് വേണ്ടി എല്ലാം കരുതി വയ്ക്കുകയും ചെയ്യുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തെയും സ്നേഹത്തെയും ഞാൻ കാണുന്നു. എനിക്കായി കരുതുന്ന എൻ്റെ കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കരുണ കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകണമേ. എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ നവീകരിക്കണമേ. എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മനോഭാവങ്ങൾക്ക് മാറ്റം നൽകണമേ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, എന്നെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എന്നെ യേശുവിൻ കരങ്ങളിലാ. കരങ്ങളുയർത്തി. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യേശുവേ, എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെ അങ്ങയുടെ കരുണ തിരിച്ചറിയുവാൻ, അവിടുന്ന് എന്നോട് കാണിക്കുന്ന കാരുണ്യം ഗ്രഹിക്കുവാൻ, യേശുവേ, കുരിശിൽ കിടന്ന ഒരു കള്ളനെ പോലെ അങ്ങയുടെ കാരുണ്യം തിരിച്ചറിഞ്ഞ് നിത്യതയിലേക്ക് തിരിയുവാൻ, നിത്യതയ്ക്ക് വേണ്ടി എല്ലാം സഹിക്കുവാൻ, ജീവിതത്തില് അധ്വാനിക്കുവാൻ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിത്യതയ്ക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്റെ സഹനങ്ങളെയും വേദനകളെയും കാഴ്ചവെക്കുവാൻ കർത്താവെ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ.
പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയും. ശക്തിമാരാ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എല്ലാവരും എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആവർത്തിച്ച് പ്രാർത്ഥിച്ചെല്ലാവരും എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, യേശുവേ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവകരുണയുടെ അനുഭവം എനിക്ക് നൽകണമേ. ചോദിക്കില്ല ഞാൻ, എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും അങ്ങയുടെ കരുണ തിരിച്ചറിയുവാൻ, അങ്ങയുടെ കരുണ അനുഭവിക്കുവാൻ, അങ്ങയുടെ കാരുണ്യം ആസ്വദിക്കുവാൻ കർത്താവേ, നിത്യതയ്ക്കായി എന്റെ ജീവിതത്തിലെ എന്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും അങ്ങയുടെ കരുണ അനുഭവിക്കുവാനായി യേശുവേ, കരുണയുള്ള ജീവിതങ്ങളാകുവാൻ എല്ലാവരും ഇരുകരങ്ങളും ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സ്വരമുയർത്തി സ്വതന്ത്രമായി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാ തകർച്ചകളും, എല്ലാ വേദനകളും, എല്ലാ പ്രതികൂല അനുഭവങ്ങളും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസ്വരം ശ്രവിക്കുവാൻ, ദൈവേഷ്ടം തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യേശുവേ, കണ്ണുകളുടെ ചീരങ്ങൾ കൂപ്പി എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ അങ്ങനെക്ക് നൽകിയ എല്ലാ അവസരങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കുരിശിൽ അങ്ങയോടൊപ്പം ക്രൂശിക്കപ്പെട്ടവർക്ക് അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ അവരുടെ ജീവിതത്തിലെ കുരിശും അങ്ങയുടെ കുരിശും അത്യന്താപേക്ഷിതമായിരുന്നുവല്ലോ. അതിനാൽ എൻ്റെ ജീവിതത്തിലും അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ, എൻ്റെ കാതിനോട് ചേർന്ന് അങ്ങ് സംസാരിക്കുവാൻ, അങ്ങയുടെ കാതിനോട് ചേർന്ന് എനിക്ക് സംസാരിക്കുവാൻ കർത്താവേ, അങ്ങൊരുക്കിയിരിക്കുന്ന, അങ്ങ് അനുവദിച്ചിരിക്കുന്ന എല്ലാ അനുഭവങ്ങളെ പ്രതിയും മണിക്കൂറുകളെ പ്രതിയും നിമിഷങ്ങളെ പ്രതിയും ഞാൻ അങ്ങേക്ക് നന്ദികളർപ്പിക്കുന്നു, സ്തുതികളർപ്പിക്കുന്നു. നന്ദിയോടെ ഒന്ന് ചേർന്ന് ഈരടികളോട് ചേർന്ന് ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ അവിടുത്തെ മഹത്വപ്പെടുത്താം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥാ. ഇത്രത്തോളം നൽകിയിടും നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലും